നേഴ്സിംഗ് പഠനം ഇങ്ങനെയാ? എങ്ങനെ? സാധനം ഇതല്ല, 4 പാക്കറ്റ് വേറെ ഉണ്ട്, കുറെ പാക്കറ്റ് ഉണ്ട്. കക്കൂസ് മാലിന്യത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുക, ചീഞ്ഞഴിഞ്ഞ പുഴുത്ത ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുക, ഇങ്ങനെയൊക്കെയാണ് നേഴ്സിംഗ് എന്നാണ് ഈ ഏജന്റുമാരും മാനേജ്മെന്റും പറയുന്നത്. എന്താ കാരണം? ഈ കഴിഞ്ഞ ദിവസം മൈസൂർ ഭാഗത്ത് കാവേരി കോളേജ് ഓഫ് നേഴ്സിംഗ് ഉൾപ്പെടെ 5ഓളം നേഴ്സിംഗ് പഠന സ്ഥാപനങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ? അതിന്റെ കാരണം എന്താണ്? വലിയ സംഭവമായി. കർണാടക സർക്കാർ ഇടപെട്ട് ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥാപനം പൂട്ടിച്ചു. അതെങ്ങനെ ഈ 5-6 സ്ഥാപനങ്ങളിലേക്ക് ഒരിടത്തുനിന്ന് ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യുന്നത്? അങ്ങനെയാണോ വേണ്ടത്? ഒരു സ്ഥാപനത്തിൽ ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ അവിടെ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഹോസ്റ്റലിൽ തന്നെ ഭക്ഷണം പാകം ചെയ്യണം. എങ്ങനെയാ? മാനേജ്മെന്റ് പൈസ മതി, ബാക്കി നടത്തിപ്പെല്ലാം ഈ ഊള ഏജന്റുമാരാ. അല്ലാതെ എങ്ങനെയാ? ഞാനൊരു ചോദിക്കട്ടെ, ഈ പരിശോധനയ്ക്ക് വന്ന രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയുടെ അധികൃതർക്കും ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിന്റെ ഇൻസ്പെക്ടർമാർക്കും കർണാടക സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ ഇൻസ്പെക്ടർമാർക്ക് ഇതൊന്നും പരിശോധിക്കാൻ സമയം കിട്ടിയില്ലേ? അപ്പൊ ഒന്ന് ഓർക്കണം, ഈ സ്ഥാപനങ്ങൾക്കെല്ലാം അംഗീകാരം എങ്ങനെയാണ് തട്ടിക്കൂട്ടിയെടുക്കുന്നതെന്ന് അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഇപ്പം സഹിച്ചതിന് ശേഷമാണ് കുട്ടികൾ മുമ്പോട്ടിറങ്ങി ഇതെല്ലാം വലിയ വിഷയങ്ങളായത്. ഇതിനു മുമ്പേ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു? ഈ രക്ഷിതാക്കളോട് ചോദിക്കട്ടെ, ആരെങ്കിലും എന്തെങ്കിലും വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞാണെങ്കിൽ ഫോൺ ചെയ്ത് അഡ്മിഷൻ ഉണ്ടെന്ന് പറയുമ്പോഴേ അങ്ങ് ചെല്ലുക, ഒന്നും നോക്കാതെ, അല്ലെ? അതുകൊണ്ടല്ലേ സംഭവിച്ചത്. അല്ലെങ്കിൽ സംഭവിക്കുമായിരുന്നോ? കുറെ മലയാളികൾ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ, രക്ഷിതാക്കളെയും മക്കളെയും പറ്റിക്കാനായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഇനിയും ചെന്ന് വീട് അങ്ങോട്ട് ചെല്ല്. എന്താ ഇങ്ങനെയൊക്കെയാണോ നേഴ്സിംഗ് പഠിക്കേണ്ടത്? ഇങ്ങനല്ല. ഈ കഷ്ടതകളും ബുദ്ധിമുട്ടി കൂടെ വന്നിട്ട് വേണോ ഞങ്ങളെപ്പോലുള്ള രോഗികൾ നിങ്ങളെ മുമ്പിൽ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കാൻ, ഞങ്ങളുടെ ഓപ്പറേഷൻ സഹകരിക്കാനൊക്കെ ആയിട്ട്? രക്ഷിതാക്കൾ ആദ്യം ആലോചിക്കണം ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു. നിങ്ങളുടെ പിടിപ്പേടുണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. അതല്ലേ അവിടെ അഡ്മിഷൻ ഉണ്ട്, ഇവിടെ അഡ്മിഷൻ ഉണ്ട്, നിങ്ങളുടെ മക്കള് പഠിത്തം +2 കഴിയുമ്പോഴേ ഇവന്മാരെല്ലാവരും കൂടെ സ്കൂളിൽ പോയിട്ട് നമ്പർ എടുത്ത് വിളിയോട് വിളിയാ. നിങ്ങളോ നേഴ്സിംഗ് പഠിപ്പിച്ച് ഇപ്പൊ അബുദാബിക്കും അമേരിക്കയ്ക്കും ന്യൂസിലൻഡിനും സ്വിറ്റ്സർലൻഡിനൊക്കെ പിള്ളേരെ വിട്ട് പണം ഉണ്ടാക്കിക്കാന്നുള്ള ആ ഒരു അത്യാഗ്രഹത്തില് ഒന്നും നോക്കാതെ പരിശോധിക്കാതെ ചെന്ന് ചേരും. അതുകൊണ്ട് ഒരു കാര്യം കേരള സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഈ അജ്ഞതയെ ചൂഷണം ചെയ്യാൻ കേരളത്തിൽ നിന്ന് മാത്രം 4000 ഏജന്റുമാരാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഒരു നിയമം കൊണ്ടുവരാനായിട്ട് 12 വർഷം 13 വർഷമായി ഞാൻ സമരം ചെയ്യാൻ തുടങ്ങി. സർക്കാർ കരട് രൂപരേഖ തയ്യാറാക്കി അവിടെ വെച്ചിട്ടുണ്ട്, അത് അനക്കിയിട്ടേ ഇല്ല. ഇനിയെങ്കിലും ഒന്ന് ആത്മപരിശോധന നടത്തണം സമൂഹം. അല്ലെങ്കിൽ ഇതുപോലെ അടുത്ത നമുക്ക് വാർത്ത വരാൻ പോകുന്നത് ഭക്ഷ്യവിഷബാധ മൂലം നേഴ്സിംഗ് പഠന വിദ്യാർത്ഥികൾ മരിച്ചു എന്നുള്ള വാർത്തയാണ്. ഇത് സമൂഹം അനുവദിക്കരുത്. ഈ ഒരു കൂട്ടം മലയാളികൾ മാറി ഇവന്മാര് തന്നെ പിന്നിലിരുന്ന് പുതിയ ആൾക്കാരെ മുമ്പിൽ നിർത്തി പണി തുടങ്ങും. അല്ലെങ്കിൽ നോക്കിക്കോ, ഇതുപോലെ ഇനിയും വാർത്തകൾ വരും. ഈ കോളേജ് മാനേജ്മെന്റിന് നിങ്ങൾ ശക്തമായിട്ട് രക്ഷിതാക്കൾ ഇടപെട്ട് ഇതിനൊരു പരിഹാരം എത്രയും വേഗം കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളുടെ മക്കളെയും വരാൻ പോകുന്ന ഒരു തലമുറയുടെയും ഭാവി ഇതുപോലൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക. ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ കാവേരി കോളേജ് ഓഫ് നേഴ്സിംഗിന്റെ പിന്നിലുള്ള വലിയൊരു ഞെട്ടിക്കുന്ന സംഭവം, ഇത് പൂട്ടാൻ വരെ സാധ്യതയുള്ള ഒരു കാര്യം വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തും. അതുകൊണ്ട് താല്പര്യമുള്ളവരൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ഷെയർ ചെയ്തോ, നിങ്ങളുടെ കമന്റ് ഒക്കെ പറ. പുതിയ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.